ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയിലെ ഫസ്റ്റ് സെമ്മിലെ ബേസിക് കെമിസ്ട്രി ഓണേഴ്സിൻ്റെ മേജർ കോഴ്സായിട്ടുള്ള ഇനോർഗാനിക് കെമിസ്ട്രി 1 അതിൽ മൊഡ്യൂൾ 1 ആയിട്ടുള്ള കെമിസ്ട്രി ആസ് എ സയൻസ് ഡിസിപ്ലിൻ ആൻഡ് സയൻറ്റിഫിക് അനാലിസിസ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന രീതിക്കുള്ള കെമിസ്ട്രി ആസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി, ഇൻവോൾവ്മെൻറ്റ് ഓഫ് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ ഈ 3 ടോപ്പിക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഞാൻ എന്തായാലും ടെക്സ്റ്റിൻ്റെ ആ ഒരു ഇമേജ് കൊടുക്കാം. കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചാണ്. അപ്പോൾ ഈ കെമിസ്ട്രി വഴി നമുക്ക് പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് സബ്സ്റ്റൻസ്, നമ്മൾ കാണുന്ന പല സബ്സ്റ്റൻസിൻ്റെയും അതിൻ്റെ എല്ലാം എത്ര കോമ്പോസിഷൻ ഉണ്ട്, ആ സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ അതിൻ്റെയൊക്കെ സ്ട്രക്ചർ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ട്രാൻസ്ഫർമേഷൻസും, ഇപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻസ്, അതുപോലെ അവിടെ എനർജി അബ്സോർബ് ചെയ്തോ അല്ലെങ്കിൽ റിലീസ് ചെയ്തോ ആ കാര്യങ്ങളും, അവിടുത്തെ എനർജി ട്രാൻസ്ഫർമേഷൻസ്, എനർജി ഇൻവോൾവ് ചെയ്യുന്ന ആ റിയാക്ഷൻസ്, ആ കാര്യങ്ങളൊക്കെ കെമിസ്ട്രി വഴിയാണ് ഡീൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കെമിസ്ട്രീനെ സെൻട്രൽ സയൻസ് എന്ന് വിളിക്കാം. കാരണം ഇത് ഫിസിക്കൽ ലൈഫും അതുപോലെ അപ്ലൈഡ് സയൻസസ്, മെഡിസിൻ, എഞ്ചിനീയറിംഗ് പോലുള്ള അപ്ലൈഡ് സയൻസസ്, അത് രണ്ടിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് സെൻട്രൽ സയൻസ് എന്ന് വിളിക്കാം. കൂടാതെ മോളിക്കുലർ ലെവലിൽ അതുപോലെ ആറ്റോമിക് ലെവലിലൊക്കെ ഉള്ള ആ മാറ്റേഴ്സിനെ കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കെമിസ്ട്രീനെ യൂസ് ചെയ്യാം. മോളിക്കുലർ ലെവൽ, ആറ്റോമിക് ലെവലിലേക്കുള്ള മാറ്ററിനെ കുറിച്ച് നമുക്ക് കെമിസ്ട്രി ഡീൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചും കെമിസ്ട്രി ഡീൽ ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് കെമിസ്ട്രി നമുക്ക് നോക്കാം. അപ്പോൾ പണ്ട് കാലം മുതലേ കെമിസ്ട്രി യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഏർലി ഹ്യൂമൻസ് അവർ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഒന്നും അറിയാതെ തന്നെ ബേസിക് കെമിസ്ട്രി അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റലർജി, ഫയർ, പോട്ടറി, ഇതൊന്നും അവർ സയൻസ് അറിഞ്ഞിട്ടല്ല യൂസ് ചെയ്യുന്നത്. തീയൊക്കെ നമ്മൾ ഉപയോഗിക്കില്ല, പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ അവർ സയൻസ് അറിഞ്ഞിട്ടാണോ ഉപയോഗിക്കുന്നത്? അല്ല. അപ്പോൾ ഇതൊക്കെ വഴി അവർ ബേസിക് കെമിസ്ട്രി പണ്ട് കാലം മുതലേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ മെറ്റൽസിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. പിന്നെയും അലോയ്സ് ആയിട്ടുള്ള ബ്രോൺസ്, ബ്രീഡ് ബിയർ, അങ്ങനെയുള്ള പലതരം അലോയ്സിനൊക്കെ അവർ തന്നെ ഉണ്ടാക്കി. പിന്നെ ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ പ്ലാന്റ്സ്, ചെടികളിൽ നിന്നും അവർ ഡൈസും, അതുപോലെ മറ്റേ കളേഴ്സൊക്കെ അതും, പിന്നെ മെഡിസിൻസ് ഒക്കെ അവർ തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ കെമിസ്ട്രി ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും അറിയാതെ തന്നെ പണ്ട് കാലം മുതൽ ആളുകൾ കെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ദി ആൽക്കമി, ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ ഫിലോസഫേഴ്സ് സ്റ്റോണും അതുപോലെ എലക്സിയർ ഓഫ് ലൈഫ്, ഈ 2 സാധനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മെറ്റൽസിനെ ഗോൾഡിലേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ എലക്സിയർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ കാപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് എറ്റേണൽ ലൈഫ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കിട്ടുന്നൊക്കെ വിചാരിച്ച് അവരത് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അതൊരിക്കലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് മറ്റ് പല കെമിക്കൽ സബ്സ്റ്റൻസിനെ കുറിച്ചുള്ള ആ ഒരു നോളേജ് അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ആസിഡും ആൽക്കഹോളും അങ്ങനെയുള്ള പല കെമിക്കൽ സബ്സ്റ്റൻസിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. കൂടാതെ തന്നെ പലതരത്തിലുള്ള ലാബ് ടൂൾസ് ഇല്ലേ, ഈ ഫണൽസ്, സ്ട്രെയിനേഴ്സ്, അങ്ങനെയുള്ള ഫ്ലാസ്ക്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ലാബ് ടൂൾസും അവർ ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചു. പിന്നീട് മോഡേൺ കെമിസ്ട്രി തുടക്കം കുറിച്ചത് എക്സ്പെരിമെൻറ്റേഷൻ, അറ്റോമിക് തിയറി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഇങ്ങനെയുള്ള തിയറീസൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ബോയ്ൽസ്, ലാവോസിയർ, ഡാൾട്ടൺ, ഈ സയൻറ്റിസ്റ്റുകളെ കൊണ്ടാണ് മോഡേൺ കെമിസ്ട്രി തുടക്കം കുറിച്ചത്. അതിനുശേഷമുള്ള ഡെവലപ്മെൻറ്റ്സ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോണിക് തിയറീസ് ഓഫ് ബോണ്ടിങ്, ഈ ഡെവലപ്മെൻറ്റ്സൊക്കെ ഇന്നത്തെ ഒരു സയൻറ്റിഫിക് ആ ഒരു കെമിസ്ട്രിക്ക് ഒരു ബേസിക് ഫൗണ്ടേഷനായിട്ട് മാറുകയാണ് ചെയ്തത്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്. കെമിസ്ട്രി എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കെമിസ്ട്രി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കെമിസ്ട്രിയുടെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ രാവിലെ എണീച്ച ഉടനെ നമ്മൾ നമ്മൾ പല്ല് തേക്കും. അപ്പോൾ ആ ടൂത്ത് ബ്രഷ് ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാസ്റ്റിക് വെച്ചാണ്. അപ്പോൾ അതൊരു കെമിക്കലാണ്. പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഫ്ലൂറൈഡ്, പെറോക്സൈഡ്, അതുപോലെ ബേക്കിംഗ് സോഡ, ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കെമിക്കൽസാണ്. പിന്നെ നമ്മൾ ചായ, കോഫിയൊക്കെ കുടിക്കുമല്ലോ, അപ്പോൾ അതിലൊക്കെ എന്താ ഉള്ളത്? കഫെയിൻ, ആൽക്കലോയിഡ് കഫെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കെമിക്കലുണ്ട്. അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കെമിക്കൽസാണ് ഉള്ളത്. കെമിക്കൽസ് മീൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന കെമിക്കൽസ്. അതിനുശേഷം നമ്മൾ കുളിക്കുമല്ലോ, കുളിക്കുന്ന സമയത്ത് ബാത്തിങ്, ഡ്രസ്സിങ്, ഇതിലൊക്കെ വരുന്നത് സോപ്പ് കെമിക്കലാണ്. വാട്ടർ,
അതുപോലെ ഫാബ്രിക്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, കോട്ടൺ ആയാലും റയോൺ ആയാലും എല്ലാം നൈലോൺ ആയാലും ഇതൊക്കെ കെമിക്കൽസാണ്. കോട്ടൺ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലോസ് വെച്ചാണ്, നാച്ചുറൽ പോളിമർ. അതുപോലെ നൈലോണ് ഇതൊക്കെ എന്താണ് നമ്മൾ കെമിക്കൽസാണ്. പിന്നെ ഡൈസ്, നമ്മൾ ക്ലോത്ത്സിനൊക്കെ നമ്മൾ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ, ഇതൊക്കെ കെമിക്കൽസാണ്. നമ്മളിനി ഫുഡ് കഴിക്കുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ ഫുഡിൽ അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, അതുപോലെ വാട്ടർ, വിറ്റാമിൻസ്, ഇലക്ട്രോലൈറ്റ്സ് ഇതൊക്കെ എന്താണ് കെമിക്കൽസാണ്. അങ്ങനെ ഡെയിലി ലൈഫിൽ കുറേ കെമിക്കൽസ് നമുക്ക് അതിൻ്റെ നമ്മൾ സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ട്, നമ്മൾ അതൊക്കെ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് വെഹിക്കിൾസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കെമിക്കൽസ് വെച്ചാണ്. മെറ്റൽസ്, അങ്ങനെ ഫ്യൂവൽസ്, നമ്മൾ അതൊക്കെ കെമിക്കലാണ്. ഇനി നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പർ ആയാലും പെന്ന്, ഇങ്ക് ഒക്കെ കെമിക്കലാണ്. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ പെസ്റ്റിസൈഡ്സ്, അതൊക്കെ കെമിക്കൽസാണ്. പിന്നെ ഡ്രഗ്സ്, ഇതൊക്കെ കെമിക്കലാണ്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പാർട്ട് ഓഫ് ഡെയിലി ലൈഫാണ്. അപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും നമ്മൾ കെമിസ്ട്രി യൂസ് ചെയ്യുന്നുണ്ട്.